പഠനത്തിൽ മികവ് പുലർത്താനും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാനും വിദ്യാർത്ഥികൾക്ക് ജപിക്കാവുന്ന അതിശക്തമായ മന്ത്രമാണ് വിദ്യാഗോപാല മന്ത്രം. ശ്രീകൃഷ്ണനെ ജഗദ്ഗുരു അഥവാ അറിവിൻ്റെ നാഥനായി സങ്കല്പിച്ചുകൊണ്ട് ജപിക്കുന്ന മന്ത്രമാണിത്. ഏറ്റവും ലളിതവും എന്നാൽ ഫലപ്രദവുമായ വിദ്യാഗോപാല സ്തുതിയാണ് ഇത്. ഹേ കൃഷ്ണ, ഹരേ കൃഷ്ണ, എല്ലാം അറിയുന്നവനായ ഭഗവാനെ, എന്നിൽ പ്രസാദിക്കണമേ. ലക്ഷ്മി ദേവിയുടെ പതിയും പ്രപഞ്ചനാഥനുമായ അങ്ങെനിക്ക് വേഗത്തിൽ വിദ്യ നൽകി അനുഗ്രഹിക്കണമേ. ഈ മന്ത്രജപത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാം. ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാൻ, പഠിച്ച കാര്യങ്ങൾ മറന്നുപോകാതിരിക്കാൻ ഈ മന്ത്രജപം സഹായിക്കും. ഏകാഗ്രതയ്ക്ക്, പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മനസ്സ് ശാന്തമാകാനും ഈ മന്ത്രം ഉത്തമമാണ്. പരീക്ഷാ വിജയം, പരീക്ഷാ പേടി മാറി ആത്മവിശ്വാസത്തോടെ പരീക്ഷകളെ നേരിടാൻ ഈ മന്ത്രം സഹായിക്കും. ബുദ്ധിവികാസം, കുട്ടികളിലെ ബുദ്ധിശക്തിയും ഗ്രഹണശേഷിയും വർദ്ധിപ്പിക്കുവാൻ ഇത് സഹായിക്കുന്നതാണ്. രാവിലെ കുളിച്ച് ശുദ്ധിയായി വിളക്ക് കൊളുത്തി വെച്ച് ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. സന്ധ്യാസമയത്തും ജപിക്കാവുന്നതാണ്. ദിവസവും 9, 11, 21 അല്ലെങ്കിൽ 108 തവണ ജപിക്കാം. കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ഭക്തിയോടെ ശ്രീകൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ച് വേണം ഈ മന്ത്രം ജപിക്കുവാൻ. വ്യാഴാഴ്ച ദിവസമോ തിരുവോണം നക്ഷത്രത്തിലോ ഏകാദശി ദിവസങ്ങളിലോ മന്ത്രജപം ആരംഭിക്കുന്നതാണ് ഉത്തമം. കുട്ടികൾക്ക് നിത്യവും ഈ മന്ത്രം ചൊല്ലിക്കൊടുക്കുന്നത് അവരുടെ വിദ്യാഭ്യാസപരമായ വളർച്ചയ്ക്ക് വലിയ മാറ്റമാണ് ഉണ്ടാക്കുക. കേവലം പഠനത്തിനുള്ള ഒരു പ്രാർത്ഥന എന്നതിലുപരി കുട്ടികളിലെ ബുദ്ധിശക്തിയും സർഗാത്മകതയും ഉണർത്താനുള്ള ഒരു ഉപാസനാ രീതിയാണ് വിദ്യാഗോപാല മന്ത്രം. വിദ്യാഗോപാലൻ എന്നാൽ വിദ്യയെ പരിപാലിക്കുന്നവൻ അഥവാ വിദ്യ നൽകുന്ന ഗോപാലൻ, അതായത് ശ്രീകൃഷ്ണൻ എന്നാണ് അർത്ഥം. ഇവിടെ ശ്രീകൃഷ്ണന് വെറുമൊരു കുട്ടിയായി അല്ല, മറിച്ച് അർജുനന് ഗീത ഉപദേശിച്ചു കൊടുത്ത ജഗദ്ഗുരു അഥവാ ലോകത്തിൻ്റെ ഗുരു എന്ന ഭാവത്തിലാണ് ആരാധിക്കുന്നത്. വിദ്യയുടെ ദേവതയായ സരസ്വതി ദേവി പോലും ഭഗവാന്റെ നാവിൽ വസിക്കുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ വിദ്യാഗോപാലനെ ഭജിക്കുന്നതിലൂടെ സരസ്വതി കടാക്ഷവും ലഭിക്കും. നേരത്തെ പറഞ്ഞ ശ്ലോകത്തോടൊപ്പം കുട്ടികൾക്ക് എളുപ്പത്തിൽ ജപിക്കാവുന്നതും അതീവ ശക്തിയുള്ളതുമായ ഒന്നാണ് ശ്രീകൃഷ്ണ ഗായത്രി. ബുദ്ധി തെളിയാൻ ഇത് ഉത്തമമാണ്. അതിന് തൊട്ടു മുൻപ് 3 തവണ കണ്ണടച്ചിരുന്ന് ഈ മന്ത്രം ജപിക്കുന്നത് മനസ്സ് ഏകാഗ്രമാക്കാൻ സഹായിക്കും. ജ്യോതിഷപ്രകാരം വിദ്യാഭ്യാസത്തിൻ്റെയും ബുദ്ധിയുടെയും കാരകൻ ബുധനാണ്. ബുധൻ്റെ അധിപൻ മഹാവിഷ്ണുവാണ്. ജാതകത്തിൽ ബുധൻ്റെ ബലക്കുറവ് മൂലം പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വിദ്യാഗോപാല മന്ത്രം ഒരു പരിഹാരമാണ്. ഇവർ ബുധനാഴ്ചകളിൽ വ്രതമെടുക്കുന്നതോ അന്ന് ക്ഷേത്രദർശനം നടത്തുന്നതോ മന്ത്രം കൂടുതൽ തവണ ജപിക്കുന്നതോ വളരെ നല്ലതാണ്. ശ്രീകൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട വെണ്ണ നിവേദിക്കുന്നത് ബുദ്ധിശക്തി വർദ്ധിക്കാൻ നല്ലതാണ്. അറിവ് നേടാൻ കദളിപ്പഴം നിവേദിക്കുന്നത് ഉത്തമമാണ്. വിദ്യാ തടസ്സങ്ങൾ മാറാൻ തുളസിമാല ചാർത്തുന്നതും ഉത്തമമാണ്. പല ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും പരീക്ഷാകാലത്ത് നടക്കുന്ന ഒരു പ്രധാന വഴിപാടാണ് വിദ്യാഗോപാല അർച്ചന. വിദ്യാർത്ഥികളുടെ പേരും നക്ഷത്രവും പറഞ്ഞ് പുഷ്പാഞ്ജലി കഴിക്കുന്നത് പരീക്ഷാഭയം മാറാൻ സഹായിക്കും. പൂജിച്ച സരസ്വതി യന്ത്രമോ ശ്രീകൃഷ്ണൻ്റെ ചെറിയൊരു വിഗ്രഹമോ പഠിക്കുന്ന മേശയിൽ സൂക്ഷിക്കുക. വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞിരുന്ന് പഠിക്കുക. കുളിച്ച് ശുദ്ധമായി മാത്രം വിദ്യാഗോപാല മന്ത്രം ജപിക്കുക. ഭക്തിയോടെയും വിശ്വാസത്തോടെയും കൃഷ്ണ കൃഷ്ണ എന്ന നാമം ജപിക്കുന്നത് തന്നെ വലിയൊരു മന്ത്രമാണ്. അത് കുട്ടികളിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കും.